ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരേപോലെ നമ്മൾ സാധാരണ പോലെ ചിക്കൻ ഫ്രൈ ചെയ്യാതെ ഇടയ്ക്കെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല രുചിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ 350 ഗ്രാമോളം എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പീസസ് എടുത്തിട്ടുണ്ട്. ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയാലും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും അതേപോലെ തന്നെ പെട്ടെന്ന് കുക്കാവാനും വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 2 ടീസ്പൂണോളം തൈര് കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു നല്ല കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം മൈദയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ നല്ല ഒരു ക്രിസ്പി ഔട്ടർ കവറിങ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് പുറമേ നല്ല കറുമുറാന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയും കോട്ടിങ്ങും ഒക്കെ ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ടയും കൂടെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള ഓരോ ചേരുവകളും നമ്മുടെ എല്ലാ ചിക്കൻ പീസസിലും നന്നായിട്ട് യോജിച്ച് കിട്ടണം. അതുവരെ ഒരു 2 മിനിറ്റോളം നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നമ്മൾ ചിക്കനിൽ മുഴുവനായിട്ട് പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതേപോലെ തന്നെ വെക്കണം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലായാലും എടുത്ത് വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല ചിക്കനിലേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ നമുക്ക് ഓവർനൈറ്റ് തലേ ദിവസം മസാലയൊക്കെ തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വറക്കാൻ നേരത്ത് കുറച്ച് മുമ്പൊന്ന് പുറത്തെടുത്ത് വെച്ചാലും മതിയാവും. അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് വയ്ക്കുക. കുറഞ്ഞത് ഒരു 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓരോ ചിക്കൻ പീസസ് ആയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ മറിച്ചിട്ടിട്ട് വേണം ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ പുറമേ നന്നായിട്ട് വരും, പക്ഷേ ഉള്ളിൽ ശരിക്കും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പുറത്തൊക്കെ നന്നായിട്ട് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ഔട്ടർ കവറിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിക്കൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ഒരു ചിക്കൻ ടിഷ്യൂലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും ഒന്ന് വറുത്തെടുക്കുക.
ഇനി നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായ ആ ചിക്കൻ്റെ പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് മസാല ബാക്കി ഉണ്ടാവും, എങ്ങനെയായാലും കുറച്ചുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് നെടുകെ കീറിയിട്ട് നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കൊരു 5 ചെറിയ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ട് ഒന്ന് ചതച്ചിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ടൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ കൈ ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ വറുത്തിട്ടുള്ള ആ എണ്ണയിലേക്ക് നമുക്ക് ഈ സവാള ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ കുറേ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. കറിവേപ്പിലയും കൂടെ ആവശ്യാനുസരണം നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതായത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അതുവരെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വാടി ചെറുതായിട്ടൊരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നുണ്ട്. ഈ ടൈം ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ചിക്കൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കിഡിലൻ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയും കൂടെ ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ചപ്പാത്തിയുടെയോ പൊറോട്ടയുടെയോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക്